തിരുവനന്തപുരത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്കൂൾ ബസ് കയറി ദാരുണാന്ത്യം. അപകടം മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയെ വീടിന് മുന്നിൽ ഇറക്കി ബസ് മുന്നോട്ടെടുക്കുമ്പോഴായിരുന്നു അപകടം. ഇപ്പോൾ നമുക്കൊപ്പം വാർഡ് അംഗം ഹർഷകുമാർ ചേരുന്നു. ശ്രീ ഹർഷകുമാർ, ഏറെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഈ കുട്ടി സ്കൂൾ ബസ് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയ ശേഷം കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും വാഹനം എടുത്തപ്പം കുട്ടി വാഹനത്തിന്റെ അടിയിലായി. അതായത് കുഞ്ഞ് വന്ന് ഇറങ്ങിയ അതേ ബസ്സിൽ തന്നെയാണ് അപകടം ഉണ്ടായത് അല്ലേ? അതേ ബസ്. ഈ സാധാരണ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവരൊക്കെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ? അതെ. അപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ സാധാരണയായി ഇവർ വരുമ്പോൾ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഒരാളോ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താറില്ലേ? അതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ? രക്ഷിതാക്കൾ ഉണ്ടായിരുന്നില്ല. ഈ ബസ്സിൽ ആയ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഈ കുട്ടികളെ ഉണ്ടായിരുന്നു. ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു അശ്രദ്ധയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഡ്രൈവറുടെ ഭാഗത്തുനിന്നോ ആയുടെ ഭാഗത്തുനിന്നോ അശ്രദ്ധ ഉണ്ടാകാമല്ലോ. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ശരി, എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കൃഷ്ണേന്ദു എന്ന കുഞ്ഞാണ് മരിച്ചത്. കുട്ടിയെ വീടിന് മുന്നിൽ ഇറക്കി ബസ് മുന്നോട്ടെടുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. വാർഡംഗം ഹർഷകുമാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വെച്ചാണെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. കുഞ്ഞിനെ വീടിന് മുൻപിലാണ് ഡ്രൈവർ ഇറക്കിയത്. പക്ഷേ മാതാപിതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ബസ് എടുത്തപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. BV അരുൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏറെ ദാരുണമായ സംഭവം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനാണ് ഈ ദുരന്തമുണ്ടായത്. ഡ്രൈവറുടെ അശ്രദ്ധ എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ അങ്ങനെ വേണം കരുതാൻ. കാരണം ആയ ഉണ്ടായിരുന്നു പറയുന്നു. പക്ഷേ ആയ ഉള്ളപ്പോൾ എങ്ങനെയാണ് കുട്ടി ഒറ്റയ്ക്ക് റോഡ് മുറിച്ച് കടന്നു പോയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉള്ളത്. 2ാം ക്ലാസ്സുകാരിയാണ്. 7 വയസ്സുള്ള കുട്ടിയാണ്. തീരെ ചെറിയ കുട്ടിയാണ്. സ്വാഭാവികമായും ആ കുട്ടിക്ക് വീട്ടിൽ ഓടിയെത്താൻ സ്കൂൾ വിട്ട് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടിക്കാൻ ശ്രമിച്ചതാകാം. അപ്പോഴാണ് ഈ മുൻവശത്ത് വെച്ച് കുട്ടിയെ വണ്ടി തട്ടുന്നത്. എന്നിട്ട് അതേ ബസ്സിൻ്റെ പിൻചക്രം കുട്ടിയുടെ ശരീരത്തിലൂടെ കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പാരിപ്പള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായില്ല. അത്യന്തം ദാരുണമായ അപകടം. ഇത് ഒരു ആദ്യ സംഭവമല്ല. സ്കൂളിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഈ സ്കൂൾ വാഹനം തട്ടി കുട്ടികൾക്ക് ഇങ്ങനെ അപകടമുണ്ടാകുന്നത്. 2ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്. മടവൂർ LPSലെ വിദ്യാർത്ഥിനിയാണ് കൃഷ്ണേന്ദു. വീടിന് മുന്നിൽ വെച്ചാണ് ഈ അപകടം എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്രയധികം വീടിന് മുന്നിൽ കുട്ടി അവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ബസ്സുകളിലൊക്കെ ആയമാർ ഉണ്ടാകണമെന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ അവിടെ ആയ ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ അപകടം സംഭവിച്ചു എന്നാണ് വാർഡ് മെമ്പർ ഹർഷകുമാർ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് പോലീസ് ഈ സ്ഥലത്തെത്തി. ചാലിൽ എന്ന സ്ഥലമാണ് മടവൂരിൽ. അവിടെ പോലീസ് എത്തി അന്വേഷണം നടത്തുകയാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.